നിങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ലേ? എന്തിനാ എന്നെ ഇങ്ങനെ വിളിക്കുന്നേ? അയ്യോ, ഞാൻ നിന്റെ പുതിയ വിശേഷം അന്വേഷിക്കാൻ വേണ്ടി വിളിച്ചതാ. എന്ത് വിശേഷം? ഇവിടെ ആർക്കും ഒരു വിശേഷവും. നീ ഇങ്ങനെ കിടന്ന് തിളയ്ക്കാതിരി, ഞാൻ പറയട്ടെ. ഇന്ന് നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിരാശയുടെ ദിവസമാ. അതിന്റെ ദേഷ്യം നീ എന്നോട് തീർക്കണ്ട. എനിക്കൊരു നിരാശയുമില്ല. ദേഷ്യമുണ്ട്. അത് മറ്റാരോടുമല്ല, നിങ്ങളോടാ. നെല്ലിശ്ശേരി വീട് തകർത്തെറിയാൻ ശ്രമിച്ചതിന്. അത് തകരാൻ പോകുന്നല്ലേ ഉള്ളൂ. ആ, അതിന്റെ കഥ അവിടെ നിക്കട്ടെ. നീയും നിന്റെ ഭർത്താവും കൂടി താലി കെട്ടാൻ പോയ കഥ പറയേ. ഞങ്ങളുടെ കാര്യമൊന്നും നിങ്ങൾ അന്വേഷിക്കണ്ട. അതിനുള്ള ഒരു അവകാശം നിങ്ങൾക്കിപ്പോ ഇല്ലതാണ്. നിന്റെ ഭർത്താവും നീയും കൂടി താലി കെട്ടാൻ പോയിട്ട് എന്ത് പറ്റി? കെട്ടാൻ പറ്റിയില്ലല്ലേ? എന്താ, നീ ഒന്ന് ഞെട്ടിയോ? ഞാനിതെങ്ങനെ അറിഞ്ഞു എന്നാവും. നെല്ലിശ്ശേരി വീട്ടിൽ നിന്ന് നിങ്ങൾ എന്നെ ഇറക്കി വിട്ടു എന്നുള്ളത് നേരാ. പക്ഷെ ഇപ്പോഴും നിങ്ങളെല്ലാവരും എന്റെ നിരീക്ഷണ വലയത്തിനുള്ളിലാ. നിങ്ങളാരാ? CCTV ക്യാമറയാണോ എല്ലാവരെയും നിരീക്ഷണ വലയത്തിലാക്കാൻ? ഞാൻ എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ നീ ഒന്നോർത്തോ, എന്റെ ആളുകൾ നിന്റെ ഭർത്താവിന്റെ പിന്നാലെ ഉണ്ട്. അതുകൊണ്ടാ നീ പോലും അറിയാത്ത രഹസ്യങ്ങൾ എന്റെ ചെവിയിൽ ആദ്യം എത്തുന്നത്. ഒന്ന് വെച്ചിട്ട് പോകുന്നുണ്ടോ? എനിക്ക് എന്റെ ഭർത്താവിനെ കുറിച്ച് കുറ്റം പറയുന്നത് കേൾക്കാൻ ഇഷ്ടമല്ല. ഇത് കുറ്റം പറയല്ല, സത്യം പറയുന്നതാ. കാര്യങ്ങളൊക്കെ നേരിട്ട് കണ്ടാ നീ പോലും ഞെട്ടിപ്പോവും. താലി കെട്ടാൻ പെരുവണ്ണാപുരത്തപ്പന്റെ മുന്നി വരെ പോയിട്ട് അത് കെട്ടാതെ പോകുന്നത് എന്തുകൊണ്ടാന്നാ നിന്റെ വിചാരം? എടി, താലി കെട്ടാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം നിന്റെ ഭർത്താവ് നിന്നെ ലേറ്റ് ആക്കിയതാ. വഴിയിൽ വണ്ടി നിർത്തി അവനെന്തിനാ വെളിയിൽ നിന്ന് ഫോൺ ചെയ്തത്? ആർക്കാണ് ഫോൺ ചെയ്തത്? അത് മനഃപൂർവ്വം ക്ഷേത്രത്തിലെത്തുന്നത് ലേറ്റ് ആക്കാൻ വേണ്ടി ആയിരുന്നില്ലേ? സച്ചേട്ടൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. എന്റെ ഭർത്താവിനെ എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയില്ലല്ലോ. എനിക്കറിയില്ല, പക്ഷെ മറ്റു പലർക്കും അറിയാം. അതുകൊണ്ടാണ് ഇന്ന് സച്ചി നിന്റെ കഴുത്തിൽ താലി കെട്ടാതിരുന്നത്.